നമസ്കാരം. തെരഞ്ഞെടുപ്പ് കളം മൂക്കുകയാണ്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വ്യക്തിഹത്യ. കഴിഞ്ഞ ദിവസം കായംകുളത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ വ്യക്തിഹത്യ നടന്നു. ഇപ്പോഴും അതേക്കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഈ വ്യക്തിഹത്യ നല്ലതാണോ? തെരഞ്ഞെടുപ്പിൽ വളരെയേറെ വ്യക്തിഹത്യ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ UDF സ്ഥാനാർത്ഥിക്കെതിരെയാണെങ്കിലും ശരി, LDF സ്ഥാനാർത്ഥിക്കെതിരെയാണെങ്കിലും ശരി, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് ആളുകൾ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് അത് പണ്ടുതൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കായംകുളത്ത് നടന്നത് വളരെ അപ്രധാനമായ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ് അങ്ങനെ പറഞ്ഞത്. അവിടുത്തെ UDFന്റെ കൺവീനർ ആയിരുന്നു അദ്ദേഹം. അവിടുത്തെ UDFന്റെ കൺവീനർ ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു സംസ്ഥാന നേതാവൊന്നുമല്ല. പക്ഷെ ആരാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, പ്രത്യേകിച്ച് വനിതകൾക്കെതിരെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്നത്, മാത്രമല്ല അത് ലൈംഗിക ചൊവ്വയുള്ള ഒരു വ്യക്തിഹത്യ നടത്തിയത്, അവരുടെ ശരീര അഴകും അവരുടെ ശരീരവും ഒക്കെ അവർ വിൽപ്പന ചരക്കാക്കിയിരിക്കുകയാണ് എന്നൊക്കെ മറ്റേ ഒരു വനിതയെക്കുറിച്ച് പറയുന്ന അങ്ങേറ്റത്തെ മോശമായ ഒരു പ്രയോഗമാണ്. പക്ഷെ നിർഭാഗ്യകരമായ സംഗതി, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കായംകുളത്ത് തന്നെ കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ അനിത ബാബു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ അരിതാ ബാബുവിനെതിരെ വളരെ മോശമായ ഒരു പരാമർശം നടത്തി. അവര് പാൽക്കാരി എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ചു. അപ്പൊ ഇന്നിപ്പോ ആക്ഷേപിക്കപ്പെട്ട പ്രതിഭ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ അവരെ തെറ്റാന്ന് പറയാനോ അവർ തയ്യാറായില്ല. ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ അവർ കരഞ്ഞുകൊണ്ട് അവര് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് കേട്ടത്. അല്ല, അത് ശരിയാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ ആക്ഷേപം അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം തന്നെ നേതാക്കൾ എന്താ ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളെ അവർ തെരഞ്ഞെടുപ്പിന് അനുകൂലമാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നടക്കും അവിടെ. ഒരു വശത്ത് ഇത് പറഞ്ഞത് തെറ്റ്, ആ പറഞ്ഞു പോയ കാര്യങ്ങളെ പെട്ടെന്ന് തമസ്കരിക്കാനല്ല, അതിനെ വീണ്ടും പൊലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് മറ്റേ മറുഭാഗം ശ്രമിക്കുക. പക്ഷെ ഇന്നലെ UDF നടപടി എടുത്തു. അദ്ദേഹത്തെ UDF കൺവീനർ സ്ഥാനത്ത് നിന്നും അതൊക്കെ ചെയ്തു പുറത്ത്. അതൊക്കെ വളരെ നന്നായി. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുത്തു എന്നുള്ള വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരു പക്വത കൂടി അത് ചിന്തിച്ചു എന്നുള്ളതാണ്. അതെ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയക്കെതിരെ വളരെ ആക്ഷേപകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ നടത്തിയില്ലേ? അത് ഞാൻ ആ പരാമർശത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങേറ്റം മോശമായ ഒരു പരാമർശമാണ് നടത്തിയത് നിയമസഭയിൽ വെച്ച്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹമോ ആരോ എന്തെങ്കിലും ഒരു മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കപ്പെടുകയാണ്. പക്ഷെ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, വിമർശിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തിരുവല്ലയില് എനിക്ക് തോന്നുന്നു 2003 എലിസബത്ത് മാമനെതിരെ മാമനെ അമ്മ തള്ളച്ചി എന്ന് വിളിച്ചു. അപ്പൊ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് തള്ളച്ചി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പം ഉപതെരഞ്ഞെടുപ്പില് ഭർത്താവ് മരിച്ചിട്ട് മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതെ. അതുപോലെ നമ്മുടെ പത്മജ വേണുഗോപാലിനെതിരെ പിന്നെ UDFന്റെ തന്നെ നേതാവായ രാഹുൽ മാങ്കൂട്ടമാണ് വളരെ മോശമായ ഒരു പരാമർശം നടത്തിയത്. കരുണാകരന്റെ മകളാണെന്ന് എനിക്ക് സംശയം ഉണ്ടെന്നുള്ള മട്ടിലൊക്കെ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന മറ്റു വളരെ മോശമായ ഒരു പരാമർശം നടത്തി. അപ്പൊ അതും വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ UDF അത് നേതാക്കളൊക്കെ അതിനെ അപലപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഷാനിമോൾ ഉസ്മാനെതിരെ പൂതിനെന്ന് വിളിച്ചു. അതേപോലെ അത് ഇതിപ്പം UDFനോടൊപ്പം നിൽക്കുന്ന CPM നേതാവ് G സുധാകരൻ, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സുധാകരൻ അന്ന് പൂതിനെന്ന് വിളിച്ചാൽ ഇപ്പൊ സുധാകരനെതിരായിട്ട് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നു. സുധാകരനെ ചെറ്റ എന്ന് വിളിക്കുന്നു, ചെറ്റക്കുടിൽ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ സുധാകരൻ തന്നെ ഷാനിമോൾ ഉസ്മാനെ വിളിച്ചത് പൂതിനെ എന്നാണ്. അപ്പൊ ഇത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് അവസാനിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അവസാനിപ്പിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്നത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ പാർട്ടി ശ്രമിക്കുന്നു, അല്ല മുന്നണി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. രമ്യ ഹരിദാസിനെതിരെയും വളരെയേറെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ മത്സരിച്ച സമയത്ത് അവരുടെ ജാതിയെക്കുറിച്ചും അതിനുശേഷം അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ കുറിച്ചൊക്കെ പിന്നെ അവർ പാട്ട് പാടുന്നതിനെ ആക്ഷേപിച്ച് സംസാരിച്ചു. അതിനുശേഷം രണ്ടാമത് അടുത്ത കാലത്ത് ഉപ തെരഞ്ഞെടുപ്പിൽ അവർ
പിന്നെ ചേലക്കര നിന്നപ്പോഴത്തേക്ക് അവർക്കെതിരെ വളരെ മോശമായ പരാമർശം നടത്തി. അവർ പാർലമെന്റിലായിരുന്ന സമയത്ത് അവർക്ക് പ്രതിമാസം 1,50,000 രൂപ ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന മട്ടിലൊക്കെ. അപ്പൊ അന്ന് അവര് വളരെ കരഞ്ഞോണ്ട് പറഞ്ഞു, എനിക്ക് വെറും 5,000 രൂപ മതി, എനിക്ക് അരച്ചാൻ പേരിലും ജീവിച്ച ഒരാളാണ് ഞാൻ, ഇന്നും എനിക്കത് സാധിക്കുമെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരാൾക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ, അവർക്കുണ്ടാക്കുന്ന മാനസികമായ വിഷമം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ തകട്ടി കിടക്കുന്ന ഒരു സംഗതിയാണ് കൊല്ലത്തെ ഒരിക്കൽ പോയി പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചത്. എനിക്ക് എന്നിട്ട് പരനാറി എന്ന് പറഞ്ഞിടത്തോളം മോശമായി, അതൊരു തെറി വിളിക്കുന്നതിനേക്കാൾ മോശമാണ്. NK പ്രേമേന്ദ്രൻ. അത് ഭയങ്കര, ഇപ്പോഴും എനിക്ക് കൂടെ ദഹിക്കുന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി പോയിട്ട് ഒരു പിന്നെ ഒരു പ്രമുഖ നേതാവിനെ, NK പ്രേമേന്ദ്രൻ എന്തായാലും നമുക്കറിയാം അന്തസ്സുള്ള ഒരു നേതാവാണ്. അദ്ദേഹം മുന്നിന് വിട്ടു പോയതിനെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. പക്ഷേ അന്തസ്സുള്ള നേതാവാണ് അദ്ദേഹം. ജനപ്രിയനായതുകൊണ്ട് മാത്രമാണല്ലോ 3-ാം തവണ അവിടെ ജയിച്ചത്. അദ്ദേഹം പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ പരനാറി എന്ന് വിളിച്ചപ്പോഴത്തേക്ക്, പരനാറി എന്നുള്ള വാക്ക് നമുക്കെല്ലാം അങ്ങ് ഭയങ്കര, എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ദഹിക്കാത്തൊരു വാക്കാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ആര് വിളിച്ചാലും അത് ഇതിനകത്ത് പിണറായി വിളിച്ചോണ്ട് ഞാൻ പിണറായിക്കെതിരായിട്ടൊന്നും പറയുന്നല്ല. പിണറായി അത് വിളിച്ചത് ഒരുപക്ഷെ പുള്ളിയുടെ ഉള്ളിൽ അന്നേരത്തെ ഒരു ദേഷ്യം കൊണ്ട് വിളിച്ചതായിരിക്കാം. പക്ഷെ അത്തരം വാക്കുകൾ എന്നും അവിടെ കിടക്കും. അതാണ് അതിന്റെ പ്രശ്നം, മനസ്സിൽ നിന്ന് പോവില്ല. ഇതിനകത്ത് ഇടതുമുന്നണിന്നോ അല്ലെങ്കിൽ ഐക്യമുന്നണിന്നോ അല്ലെങ്കിൽ UDF എന്നോ LDF എന്നോ ഒന്നും ഒരു ചേരിതിരിവും വേണ്ട. ഒന്നുമില്ല. BJP മോശമൊന്നുമല്ല, BJP മോശമല്ല, ആരും മോശമല്ല. പക്ഷെ ഇതൊന്നും അത്ര ജനാധിപത്യ വിശ്വാസികളിൽ അതിനൊരു കളങ്കം തന്നെയാണ്. അതെ അതെ. നമ്മൾ ഒരാളിനെ ബോഡി ഷെയിം നടത്തുക, ഒരാളിനെ വ്യക്തിഹത്യ നടത്തുക, ഇതൊന്നും ശരിയായ പ്രവണതയല്ല എന്ന് മാത്രമേ. അതാരാണെങ്കിലും എന്താണെങ്കിലും, അതിപ്പം പിന്നെ പ്രതിഭ ചോദിച്ച ചോദ്യമുണ്ട്. ഞാന് എന്റെ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ മതി. ഞാൻ നിയമസഭയില് പിന്നെ എങ്ങനെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്റെ മണ്ഡലത്തിൽ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് നോക്കിയാൽ മതി. എന്ന് കണ്ട് ഇത് എല്ലാം പോലെ അല്ല. ഇപ്പൊ ഗണേഷ് കുമാർ പറയുന്ന പോലെയാണെന്ന് അർത്ഥമില്ല ഇതിനകത്ത്. ഗണേഷ് കുമാർ പറയുമ്പോൾ ഗണേഷ് കുമാർ എന്റെ വ്യക്തി ജീവിതം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഡിഫറൻറ്റാണ്. പക്ഷെ പ്രതിഭ പറയുമ്പോൾ അത് അങ്ങനെയല്ല. പ്രതിഭയുടെ വ്യക്തി ജീവിതം അവരുടെ പിന്നെ സാമൂഹ്യ ജീവിതമായിട്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതമായിട്ട് കൂട്ടിക്കുഴച്ച് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം അപലപനീയമാണ്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. പറയുന്നത് വെറുതെ ആലങ്കാരികമായിട്ടൊക്കെ ചിലപ്പോൾ പ്രയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത് വളരെ ആ വ്യക്തിക്ക് എന്തുമാത്രം ഉണ്ടാകുന്ന വിഷമം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഈ പറയുന്നവർ ചിന്തിക്കേണ്ടതാണ്. അത് തന്നെയല്ലേ, ഇത് പറയുന്നത് ആരാണ് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാള് പരനാറി എന്നൊക്കെ പറയുമ്പോൾ അത് പക്ഷെ മറ്റുള്ള താഴെയുള്ള അണികൾക്കൂടെ ഒരു പ്രചോദനം കൊടുക്കുക. ഇത് ഈ ചെറിയ ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടത്തില്ലെങ്കിലും അത് വലിയ ആളുകൾ അത് സംസാര വിഷയമാക്കുകയാണല്ലോ. ഇപ്പൊ അവിടെ ഒരു നിയമസഭാ മണ്ഡലത്തിനകത്ത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അവിടുത്തെ ഒരു ജില്ലാ നേതാവാണ് പറഞ്ഞത്. പക്ഷെ ആ പ്രസംഗം പെട്ടെന്ന് യൂട്യൂബ് ചാനലുകളിൽ വരുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു, അത് ചർച്ചയാകുന്നു. അപ്പൊ പിന്നെ എല്ലാവരും പ്രതികരിക്കും അതിനോട്. പിന്നെ അത് കേരളം മുഴുവൻ അറിയുന്നു. പിന്നെ അതിനകത്ത് വേറെ തമാശയുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞെന്നുള്ളത് മെയിൻസ്ട്രീം ചാനലുകളൊന്നും പറയത്തില്ല, കാരണം ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോയി തപ്പു എന്താ പറഞ്ഞത്. കാരണം അത് അറിഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് ഉറക്കം വരില്ല. നമ്മുടെ മനുഷ്യ സഹജമായ സ്വഭാവമാണല്ലോ. അതാണ് ഈ സമൂഹ മാധ്യമങ്ങളുടെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ദോഷകരമായ ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ പലരും അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് കഴിയുന്നത്. ദോഷകരം അതുപോലെ തന്നെ ഗുണകരവും ഉണ്ട്. അതെ അതെ, ഗുണകരമുണ്ട്. രണ്ട് രീതിയിലും സോഷ്യൽ മീഡിയയുടെ ശക്തിയാണ് അവിടെ നമ്മൾ പ്രതിഫലിക്കുന്നത്. അവിടെ അതിനെയാണ് ശക്തി. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ ആളുകൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യും. അതിനെ പ്രതികൂലിച്ചവരുണ്ട്, അനുകൂലിച്ചവരും ഉണ്ട്. അത് ശരിയാ, രണ്ടുമുണ്ട്. അല്ല, ഈ പ്രതിഷേധം വരുന്നതും സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുമ്പോഴും അതും പറയണം. പക്ഷെ എങ്കിലും ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിന് തടയിടേണ്ടത് അത് നിയമപരമായിട്ട് തടയിടാം. പക്ഷെ നിയമം ഇതൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ തടയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെതിരായിട്ട് ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്, നടപടി വരും. പക്ഷെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, അതുണ്ടാക്കാവുന്ന ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. ഇനിയും എന്തൊക്കെ വരാൻ പോകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം.